എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഹാർട്ട് വരട്ടിയതാണ്. അപ്പം ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ഹാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇതേപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് കീറി കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഇങ്ങനെ പകുതിയാക്കി മാറ്റണ്ട. ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. ഇതൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ സുർക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ പാർട്സ് കിട്ടുമല്ലോ, അത് വെച്ചിട്ടും ഇതേ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയ ഈ ഒരു ചിക്കൻ ഹാർട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 10-15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. അതും എരിവുള്ള മുളക് പൊടിയാണ് 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് മുങ്ങി നിൽക്കുന്ന ഒരു പാകം അത്രയും ആവശ്യമുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരുന്ന രീതിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് എണ്ണയിലേക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ സൈസ് സവാളയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ പകുതി മതി, ഒരുപാട് ഉള്ളി വേണ്ട. നമ്മൾ റോസ്റ്റ് അല്ല ചെയ്യുന്നത്, ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മാത്രം അളവിൽ ഈ സവാള എടുത്താൽ മതി. നീളത്തിലരിഞ്ഞ സവാളയും കറിവേപ്പിലയും അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ആ ഒരു ഉള്ളിയുടെ കളർ മാറി വരണേ, അല്ലാതെ ജസ്റ്റ് വാടിയാൽ പോരാ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ വരുമ്പോഴേക്ക് നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയും പിന്നെ വളരെ കുറഞ്ഞ അളവിൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരുപാട് കൂടി പോകാൻ പാടില്ല. 1/4 ടീസ്പൂൺ, എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി, വളരെ ലൈറ്റായിട്ട്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രേവി, ഈ ഒരു സവാള ആ ഒരു കൂട്ടിലും ഒക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടി മൂടി വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കും. പിന്നീട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഏതാണ്ടൊരു ഗ്രേവി തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം, എരിവിൻ്റെ അളവനുസരിച്ച് ഈ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്തുകൂടെ ചേർക്കുന്നുണ്ട്, അതും ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് പരണ്ട ഈ ഒരു ചിക്കൻ ഹാർട്ടിലേക്ക് പരണ്ട ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി അനുസരിച്ചിട്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും അവസാനമായിട്ട് കുറച്ചുകൂടെ പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവോ അതുപോലെ തന്നെ ഉപ്പ്, പുളി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ചിക്കൻ ഹാർട്ട് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാർട്സ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.